ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് വന്നതാണ് കേട്ടോ. ഇത് നല്ല തിരക്കാണ്. ചമയം കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എന്തോ ഒരു തിരക്കാണെന്നറിയോ. ഇനി ആര് വരാനോ? ഇനി ആര് വരാനോ? അങ്ങനെ ഞങ്ങൾ ചമയൊക്കെ കണ്ടത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റൗണ്ട് മൊത്തം ചുറ്റിയിട്ടാണ് ഇനി വീട്ടിൽ പോകാൻ പോകണം കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ കുറേ ലൈറ്റൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി. എന്ത് ഭംഗിയാറിയോ തൃശ്ശൂർ റൗണ്ട് ഇപ്പോൾ കാണാൻ. അങ്ങനെ ഞങ്ങളിത് രണ്ടാമത്തെ ദിവസത്തെ പൂരപ്പറമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. കുടമാറ്റം കാണാൻ 15 ആനകളിങ്ങനെ നിരന്ന് നിന്ന് ഓരോ കുടകളും ഇങ്ങനെ മാറി എന്ത് ഭംഗിയായിരിക്കുന്നറിയോ. അപ്പം ഞങ്ങളിതേ അത് കാണാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. പോലീസുകാരതേ അടുത്ത് കുറേ ദൂരെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പോലീസിന് ഭയങ്കരമായിട്ട് നമ്മളെങ്ങനെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അങ്ങനൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ദൂരെ നിന്ന് കാണാൻ. ആർക്കും ചെറിയ കുട്ടികൾക്കൊന്നും തീരെ കാണുകയും കൂടിയില്ല. അങ്ങനൊരു അവസ്ഥയായിരുന്നു. എന്നാലും പരമാവധി പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രയൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാലും ജനത്തിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഇത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് എന്തോരം പേരാ വന്നിട്ടില്ല. എത്ര സ്ഥലങ്ങളിൽ നിറച്ച് ആ റൗണ്ട് മൊത്തം ആൾക്കാരായിരുന്നു. ഇങ്ങനെ ഉറുമ്പുകളെ പോലെ ഇങ്ങനെ തിങ്ങി നിരങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ തിരക്കാണ്. അപ്പോൾ നമുക്ക് ആനകളെയൊന്നും അങ്ങനെ കറക്റ്റായിട്ട് ഇത്ര ദൂരെയായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരിത് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ നീങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് അടുത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. അപ്പോൾ പൂരത്തിലെ മെയിൻ ഐറ്റം വെടിക്കെട്ട് കാണാനായിട്ട് നമ്മൾ 3 മണിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചിങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം പൊട്ടും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. വരുന്ന വഴിക്ക് ഒരു ചിത്രം കണ്ടു. എന്ത് ഭംഗിയായിട്ട് ആൾ വരച്ചിട്ടുള്ള അറിയോ. വയ്യാത്തൊരാളാണ് അയാൾ. മുരുകനെയും ശിവനെയും ഒക്കെ വരച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. വെടിക്കെട്ട് കാണാൻ വന്നിട്ട് കാണാണ്ടിരിച്ചു ഞങ്ങൾ.
3 മണിക്കൂറിൻ്റെ 2.5 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ നിവർത്തിയില്ലാണ്ട് ഞങ്ങൾ കാലൊക്കെ കഴിച്ച് പോന്നു, തിരിച്ചു പോന്നു. അത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ പോന്നു. 7 മണിക്ക് വെടിക്കെട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് തിരിച്ചു വന്നു. പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീച്ചിട്ടിനെന്താ ആദ്യമായിട്ട് വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് സൗണ്ടൊന്നും ഒരു പ്രശ്നമില്ല, ആൾക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്.